അമേരിക്കയും ഇന്ത്യയും ചേർന്ന് സുപ്രധാനമായ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഇപ്പോൾ ട്രേഡുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു തർക്കമാണെന്നാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു. അതിനിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രതിരോധ കരാർ, അതും 10 വർഷം നീണ്ടു നിൽക്കുന്ന കരാർ. സാർ, എങ്ങനെയാണ് അതൊന്ന് വിലയിരുത്തുക? അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ കരാറുകളെല്ലാം തന്നെ വെറും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലല്ല നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വെപ്പണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപാണ് തുടക്കം കുറിച്ചത്. താരിഫിനെ വെപ്പണൈസ് ചെയ്ത് ആയുധമാക്കുന്നു. ആയുധമാക്കുന്നത് മറ്റൊരാളെ ആക്രമിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പോൾ ഈ ട്രേഡ് ടാരിഫ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം തന്നെയാണ് ട്രംപ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ യുദ്ധത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ നാളെ ചരിത്രം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇതിനൊരു യുദ്ധമായിട്ടായിരിക്കും എടുത്തിരിക്കുക. ഇപ്പോൾ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പം ഈ 10 വർഷത്തേക്ക് ഇപ്പം കരാർ പെട്ടിരിക്കുന്നു. ഇപ്പം കോലാലംപൂരിൽ നമ്മുടെ രാജ്നാഥ് സിംഗും യുദ്ധകാര്യ സെക്രട്ടറി പീറ്റർ ഹെഗ്സും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് അതിനകത്തുനിന്ന് വ്യക്തമായിട്ടൊരു സൂചന എന്താണ് കിട്ടുന്നത്? ട്രംപിന് നമ്മളിപ്പോൾ എല്ലാവരും അമേരിക്കയെ കാണുന്ന ട്രംപിലൂടെയാണ് കാണുന്നത്. അതെ, ട്രംപ് വെറും ഒരു മുഖം മാത്രമാണ്. ട്രംപ് വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയുന്നു. അയാൾ രാവിലെ പറയുന്നതിന് വിരുദ്ധമായിട്ട് വൈകുന്നേരം പറയുന്നു. ചില ഈ ടാരിഫിൻ്റെ മേഖലയിലുള്ള സംഗതികളൊക്കെ ഇങ്ങനെ മാറി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ഫണ്ടമെൻ്റലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റം വന്നിട്ടില്ല. ഡീപ്പ് സ്റ്റേറ്റ് തന്നെയാണ് ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെ സൂചനയാണ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ നമ്മൾ ട്രേഡ് വാറിൻ്റെ അല്ലെ താരിഫിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതേ പോയിരിക്കുന്നു. അല്ലെങ്കിൽ വളരെ ട്രംപ് മോദി ഇത് പറയുന്നു, മോദി എന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇവിടുത്തെ ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോളിറ്റിക്സ് പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷവും അല്ലെങ്കിൽ UDFും LDFും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോര് പോലെയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ അതല്ല, അതിൻ്റെ അടിയിൽ ഈ ഡിഫൻസ് പാക്ട് എടുത്ത് നോക്കി അറിയാൻ കഴിയും. ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇന്ത്യയൊന്നുമല്ല. അമേരിക്കയുടെ മുമ്പിലുള്ള ഭീഷണി ചൈനയാണ്. ഇപ്പോൾ ട്രംപ് ഈ താരിഫിന് വെപ്പണൈസ് ചെയ്തപ്പോൾ അമേരിക്ക വെപ്പണൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പം റെയർ എർത്ത്സിനെയാണ്. കാരണം അവിടെ നിന്നുള്ള ചൈനയിൽ നിന്നുള്ള റെയർ എർത്ത്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, ഫോൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, വെഹിക്കിൾസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും, ഈ നൂതന കാലഘട്ടത്തിലെ ഉദാഹരണത്തിന് AI പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഏത് ഉപകരണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഈ റെയർ എർത്ത്സ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിക് ഓട്ടോമൊബൈൽ മേഖല മുഴുവൻ സ്തംഭിക്കുകയാണ്. അപ്പോൾ അതിനെ ഷീ ജിൻപിങ് വെപ്പണൈസ് ചെയ്തു. അത് വെപ്പണൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യയുമായിട്ടും നമുക്കതിൻ്റെ ഒരു ക്ലിയർ എക്സ്ചേഞ്ച് ആയിട്ടില്ല. കാരണം എന്താണ്? ഇപ്പം ഷീ ജിൻപിങ് ഗ്യാരണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഗ്യാരണ്ടി എന്ന് പറയുന്ന സംഗതി നമ്മളിപ്പോൾ ഇപ്പം ചൈനയിൽ നിന്ന് ഈ റെയർ എർത്ത്സ് വാങ്ങുന്ന ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യം അമേരിക്കയ്ക്ക് വിൽക്കരുത് എന്ന് ഗ്യാരണ്ടി കൊടുക്കണം. അതായത് മറ്റ് രാജ്യങ്ങളുടെ എന്താ പറയുക, സ്വയംഭരണത്തിൽ കയറി ഇടപെട്ടുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ ഇടപെടൽ അനുവദിച്ചുകൊണ്ട് മാത്രമേ ചൈനയിൽ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് യുദ്ധമാണ് നടക്കുന്ന സാധനം. അപ്പോൾ അവരുടെ എക്കോണമി തകർക്കുക, അതോടൊപ്പം തന്നെ ചൈനയുടെ ഈ ഭീഷണിയെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രംപ് ഓട്ടി നടന്ന ഈ റെയർസിന് വേണ്ടിയിട്ട് ഒന്നിൽ യുദ്ധം, അതല്ലെങ്കിൽ ചതി. ഇപ്പം സെലൻസ്കിയെ പോലുള്ള രാഷ്ട്രത്തലവന്മാരെയൊക്കെ വലയിൽ വീഴ്ത്തിക്കൊണ്ട് ഒപ്പിടിപ്പിക്കുക, ഇതൊക്കെ നോക്കിയിട്ട് പോലും ഇപ്പോഴും യുക്രൈനിലേക്കും പ്രവേശിക്കാൻ പറ്റുന്നില്ല. യുക്രൈൻ ഇപ്പം അമേരിക്കയുടെ കയ്യിലായി കഴിഞ്ഞു. അവരുടെ റെയർ എർത്ത്സ് മുഴുവൻ വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്യാം, പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു യുദ്ധാന്തരീക്ഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പൊ ഇതൊന്ന് ലഘൂകരിക്കാനല്ലേ ജയശങ്കറും മാർക്കോ റൂബിയും തമ്മിലൊരു ചർച്ച നടത്തുന്നു, അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട്. ആ ചർച്ച അവിടെ നടക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു സൈനിക കരാറിലേക്ക് പോകണമെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയെ വീണ്ടും വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സാർ പറഞ്ഞിരുന്നത്. വിലക്കെടുക്കാൻ മാത്രമല്ല, ഇന്ത്യയെ ഇപ്പോൾ ചൈന ഉയർത്തുന്ന ഭീഷണിയെ നേരിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജിക് പാർട്ട്ണർ അമേരിക്കയ്ക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നുള്ളറിയാം. അതവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ചൈന ഇപ്പോൾ ചൈനയെ ഒരിക്കലും ആർക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല.
ഷീ ജിൻപിങ്ങിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും ഈ ഇവരെല്ലാം ഇപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും എല്ലാം കൂടെ കൈകോർത്തിട്ടുണ്ടെങ്കിലും ഈ കൈകോർക്കൽ എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന ഒരു കൈകോർക്കൽ മാത്രമേ ഉള്ളൂ. ആന്തരികമായിട്ട് ഇനി ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ ഈ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തൽക്കാലം മാറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു ഏരിയയിലാണ് സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സാധനം. അതില്ലാതെ പറ്റത്തുമില്ല. അതൊക്കെയാണ് ഈ പുതിയ രാഷ്ട്രതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ജിയോ പൊളിറ്റിക്സിനകത്തുള്ളൊരു കാര്യങ്ങളാണത്. നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരു ചൈനയുമായിട്ടൊരു വലിയൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ഡിഫൻസ് ട്രീറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രതിരോധ കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയുമായിട്ട്. ഈ പ്രതിരോധ കരാറിൻ്റെ സ്പെസിഫിക്സ് പൂർണ്ണമായിട്ടും പുറത്തു വിട്ടിട്ടില്ല. വളരെ ബ്രോഡ് സെൻസിലുള്ള വിശാലമായ കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കുള്ള ജെറ്റ് വിമാനങ്ങൾക്കുള്ള എൻജിൻ കൈമാറുക, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചേർന്നുകൊണ്ട് ജെറ്റ് എഞ്ചിനുകൾ ഉണ്ടാക്കുക, അത് AI ഡ്രോൺ അധിഷ്ഠിതമായ നൂതന സാങ്കേതികവിദ്യയിൽ പരസ്പരം ഗവേഷണം ജെറ്റിന്റെ എഞ്ചിൻ നിർമ്മിക്കുക. അപ്പൊ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് വരുന്നത്. മനസ്സിലായില്ല? അപ്പൊ അത് ഇതുവരെ അമേരിക്ക ചെയ്തിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജെറ്റ് ഇപ്പൊ തേജസ് ഇതിനൊക്കെയുള്ള നമ്മുടെ ടാർഗറ്റ് ഈ HAL മുഴുമിക്കാൻ പറ്റുന്നില്ല. കാരണം എഞ്ചിൻ കിട്ടുന്നില്ല. അമേരിക്ക തരണം. അപ്പോൾ നമ്മുടെ ഇവിടെ ആവശ്യമുണ്ട് അവിടെ. ഇപ്പൊ അമേരിക്കയിൽ നിന്നുള്ള ജെറ്റ് എഞ്ചിൻസ് നമുക്ക് നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ട് ഉണ്ടാക്കിയ വാർ പ്ലെയിൻസിൽ ഉപയോഗിക്കാൻ ആവശ്യമാണ്. ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക് പാർട്ണർ എന്ന നിലയിൽ 10 വർഷത്തേക്ക് അമേരിക്ക ഇന്ത്യയുമായിട്ട് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഡിഫൻസ് ട്രീറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇന്ത്യക്ക് കണ്ണുമടച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക ചൈനയുടെ ഭാഗത്ത് നിൽക്കാനോ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റത്തില്ല. അതും അമേരിക്കയുടെ തന്ത്രം അല്ലേ? ഉറപ്പായിട്ട് തന്ത്രമാണ്. മനസ്സിലായില്ലേ? ഇന്ത്യക്കും ആവശ്യമാണ്. കാര്യം ഇന്ത്യക്കും ഇൻഡിജീനിയസ് ആയിട്ട് ഇത് വർദ്ധിപ്പിക്കുക. ഇന്ത്യക്ക് ചൈനയും നല്ല ഭീഷണിയാണ്. മാത്രമല്ല, ഈ കോലാലംപൂരിൽ വെച്ചിട്ട് രാജ്നാഥ് സിംഗ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പരോക്ഷമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയാണ്. കാരണം ഈ ഏരിയ വികസിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡോ പസഫിക് റീജിയൻ സമാധാനപരമായിരിക്കണം. അമേരിക്കയ്ക്കും അത് ആവശ്യമാണ്. ഇൻഡോ പസഫിക് റീജിയനിൽ ഒരു സ്വാധീനം ചെലുത്തണമെങ്കിൽ അവിടെ ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. മാത്രമല്ല, തൈവാനിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ. ഇപ്പൊ ഇൻഡോ പസഫിക് റീജിയൻ ഇപ്പൊ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന ആരാണ്? ചൈനയാണ്. അപ്പൊ ചൈനയ്ക്ക് പരോക്ഷമായ ഒരു ഒളിയമ്പാണ് രാജ്നാഥ് സിംഗ് കൊടുത്തിരിക്കുന്ന സാധനം. അപ്പൊ ഇത് ചൈന നമുക്കും ഭീഷണിയാണ്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അമേരിക്കയായിട്ടുള്ളൊരു ഡീൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിദേശ നയം മൾട്ടി അലൈൻമെൻ്റ് ആണ്. ഈ മൾട്ടി അലൈൻമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് മൾട്ടി അലൈൻമെൻറ്റ് ഒറ്റ കാര്യമുള്ള അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? എന്താണ് നമ്മൾ രാഷ്ട്രത്തിൻ്റെ നേഷൻ ഫസ്റ്റ് എന്നുള്ള ഒരു പോളിസിയാണ് എടുക്കുന്നത്. രാഷ്ട്രത്തിന് എന്താണോ അനുകൂലമായത് ആ അനുകൂലമായത് അനുസരിച്ചിട്ടുള്ള നയം സ്വീകരിക്കുക. അല്ലാത്ത മറ്റൊരു സംഘടന ഒരു എത്തിക്സോ അങ്ങനെയുള്ളൊരു സംഗതിയൊന്നും ഈ മൾട്ടി അലൈൻമെൻറ്റ് ഫോറിൻ പോളിസിയിലില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായതുകൊണ്ടാണ് താലിബാനുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നു, അല്ലേ? കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പുതിയ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് നമ്മളുടെ സ്റ്റാൻഡ് എന്തായിരിക്കണം, നമ്മളുടെ താല്പര്യങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ നോക്കാം എന്നുള്ളത് മാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളും ഈ വിദേശ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ ഏർപ്പെടുന്നത്, കരാറുണ്ടാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഈ ഡിഫൻസ് പാക്ട് അല്ലെങ്കിൽ പ്രതിരോധ കരാർ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പുറത്തു വന്നാലേ അവരുടെ ഡീപ് സ്റ്റേറ്റ് വരെ നമ്മൾ വീണോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുമായിട്ടൊരു 10 വർഷത്തെ ഡിഫൻസ് പ്രതിരോധ കരാർ അമേരിക്കയ്ക്ക് യാഥാർത്ഥ്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ത്യക്കും മെച്ചമുണ്ട്, അല്ലേ? മാത്രം നാളെ ഇപ്പം ചൈനയും ഇന്ത്യയും തമ്മിൽ അമേരിക്കയ്ക്ക് ഇപ്പം റഷ്യ, ചൈന, ഇന്ത്യ ഈ 3 രാജ്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു പുതിയൊരു ശാക്തിക കേന്ദ്രമാണ് ഷാങ്ഹായിൽ നമ്മൾ ഉയർന്നത് കണ്ടത്. അപ്പം ഈ ഭീഷണിയെ കുറയ്ക്കുക എന്നുള്ള സംഗതി അമേരിക്കയുടെ മുമ്പിലുണ്ട് സാധനം. അപ്പോൾ ഇന്ത്യ ഈ 2 രാജ്യങ്ങൾക്കും ഇപ്പം ചൈനയ്ക്കും റഷ്യയ്ക്കും ഈ ഒരു കരാറോടുകൂടി അവരുടെ ഇന്ത്യയോടുള്ള അപ്രോച്ചിലും മാറ്റം വരും. പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഈ പുതിയ ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ
ഒരു രസതന്ത്രങ്ങൾ നമ്മളെ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം വെപ്പൺസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കരാറുകളെല്ലാം ഇപ്പം ആയുധങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുന്നുള്ള നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.